ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദി യൂണിറ്റ് 1 ലെസൺ 1 നീലി ചിടിയ. ഇതിൻ്റെ പാർട്ട് 2 ആണ്. നമുക്ക് മീനിങ്സും ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റീസും നോക്കാം. ആദ്യം മീനിങ് നോക്കാം. നീലി ബ്ലൂ, നീല കളറിനാണ് നീലി. ചിടിയ ബേർഡ് പക്ഷി. ആസ്മാൻ സ്കൈ ആകാശം. ഉത്തരി ഗെറ്റ് ഡൗൺ താഴേക്ക് വരിക. ഏക് വൺ ഒന്ന്. നിരാലി സ്പെഷ്യൽ വിചിത്രമായ. ഗാത്തി ടു സിംഗ് പാടുക. ഉഡ്നെ വാലി വൺ ഹൂ ഫ്ലൈസ് പറക്കുക. ഫുനഗി ടോപ്പ് ഓഫ് എ ട്രീ മരക്കൊമ്പിൻ്റെ ഏറ്റവും മുകളിലത്തെ അറ്റം. പത്തോം ലീവ്സ് ഇലകൾ. ചിപ്കർ ഹൈഡിങ് ഒളിക്കുക. പർ വിങ്സ് ചിറകുകൾ. ഫട്കാക്കർ ഫ്ലാപ്പിംഗ് ചിറകടിച്ച് പറക്കുന്നതിനെയാണ്. നീച്ചെ ഡൗൺ ഡൗൺ താഴെ. ദാന ഗ്രെയിൻ ധാന്യം. ഗാനെ വാലി ഈറ്റ് ഭക്ഷിക്കുക. ചഡ് ക്വിക്ലി പെട്ടെന്ന്. ഡാലി ട്വിഗ് മരക്കൊമ്പ്. ലാഖ് ലാക്സ് ലക്ഷം. ബുലാവു ടു കോൾ വിളിക്കുക. പാസ് നിയർ അടുത്ത്. നമുനയ്ക്ക് അനുസാർ വാക്യ ബനായിയെ താഴെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതും പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ചിപ്കർ ഗാന എന്നൊരു ഇതല്ലേ തന്നിട്ടുള്ളത്. അപ്പം നമ്മളത് എങ്ങനെ എഴുതണം? അതിന് മുന്നേ ചിടിയാന്ന് ചേർക്കണം. ചിടിയ ചിപ്കർ ഗാത്തി ഹേ. ഗാന എന്നുള്ളത് ഗാത്തി ഹേ എന്ന് എഴുതണം. അതുപോലെ മറ്റുള്ളതും കൂടെ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പാസ് ആന എന്നാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മളെങ്ങനെ എഴുതും? അതിന് മുന്നേ എന്ത് ചേർക്കണം? ചിടിയ. ചിടിയ പാസ് ആത്തി ഹേ. ആന എന്നുള്ളത് എങ്ങനെ എഴുതും? ആത്തി ഹേ. അടുത്തത് ചഡ് ഉഡ് ജാന. അപ്പം ഇതും അതുപോലെ തന്നെയാണ്. ചിടിയ ചഡ് ഉഡ് ജാത്തി ഹേ. ജാന എന്നുള്ളത് ജാത്തിയാവും അല്ലേ? ദാന ഖാന. അപ്പോൾ ദാനയ്ക്ക് മുന്നേ എന്താ? ചിടിയ എന്ന് എഴുതണം. ചിടിയ ദാന ഗാത്തി ഹേ. ഇവിടെ ആൻസർ എല്ലാം ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. നോക്കാം ഒന്നും കൂടി. ചിടിയ ചിപ്കർ ഗാത്തി ഹേ. ചിടിയ പാസ് ന ആത്തി ഹേ. ചിടിയ ഛഡ് ഉഡ് ജാത്തി ഹേ. ചിടിയ ദാന ഗാത്തി ഹേ. സമാന അർത്ഥ ഢൂണ്ടെ പത്തേം വരെ. താഴെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അതേ മീനിങ് വരുന്ന വാക്കുകൾ നമ്മൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പത്തേം വരെ എന്ന് വെച്ചാൽ ആ ലീവ്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് എന്താ ആദ്യം തന്നിട്ടുള്ളത്? ജൽദി. ജൽദി എന്ന് വെച്ചാൽ പെട്ടെന്ന്. അപ്പോൾ ആ അതേ അർത്ഥം വരുന്ന ഒരു വാക്ക് നമ്മൾ കവിതയിൽ കണ്ടു. ഏതാണത്? ഛഡ്. അടുത്തത് പങ്ക്. പങ്ക് എന്ന് വെച്ചാൽ ചിറക്. ചിറക് ആ അതേ അർത്ഥം വരുന്നൊരു വാക്ക് ഏതാണ് നമ്മൾ കവിതയിൽ കണ്ടത്? പർ. അടുത്തത് ഡാലി. ഡാലിയുടെ വേറൊരു വാക്ക് ഏതാണ്? ഫുനഗി. പക്ഷി. പക്ഷിക്ക് എന്താ നമ്മളിവിടെ പറഞ്ഞത് കവിതയിൽ? ചിടിയ. അനോഖ. അനോഖയ്ക്കുള്ള വേർഡ് നിരാല അല്ലെങ്കിൽ നിരാലി എഴുതാം. ആകാശ്. ആകാശിൻ്റെ അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ആസുമാൻ. അടുത്തത് പങ്ക്തിയാൻ ടൂണ്ടെ ലിഖെ. ഇവിടെ ഒരു വരി തന്നിട്ടുണ്ട്. അതേ അർത്ഥം വരുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചിടിയ ഏക് ഡാലി സേ ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹേ. പക്ഷി ഏക് ഡാലി സേ ഒരു കൊമ്പിൽ നിന്നും ദൂസരി ഡാലി പർ മറ്റേ കൊമ്പിലേക്ക് ഉഡ് ജാത്തി ഹേ പറന്നു പോകുന്നു. അപ്പോൾ ഈ അർത്ഥം വരുന്ന വരികൾ ഏതൊക്കെയാണ്? നമ്മുടെ പോയത്തിൽ നിന്ന് കണ്ടെത്താം. ഇസ് ഡാലി സേ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ. അതാണ് വരി. അടുത്തത് നോക്കൂ. ചിടിയ ലോഗോं के पास नहीं आती है. പക്ഷി ലോഗോं के पास മറ്റ് മനുഷ്യരുടെ അടുത്തൊന്നും നെഹി ആത്തി വരുന്നില്ല. അപ്പോൾ ഇതേ അർത്ഥം വരുന്ന വാക്കുകൾ വാക്കല്ല വരി കവിതയിൽ നിന്നും കണ്ടെത്തണം. ഏതാണ്? ലാക്ക് ബുലാവു ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ. അതാണ് കവിതയിലെ വരി. അടുത്തത് നോക്കൂ. ചിടിയ പത്തോമേം ചിപ്കർ ഗാത്തി ഹേ. പക്ഷി പത്തോമേം
ഇലകൾക്കിടയിൽ ചിപ്കർ ഗാത്തി ഹെ. ചിപ്കർ എന്ന് വെച്ചാൽ എന്താണ്? ഒളിച്ചിരുന്ന് പാട്ടുപാടുന്നു. അപ്പോൾ ഇതേ അർത്ഥം വരുന്ന വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാം. ഇൻ പത്തോമേം ഉൻ പത്തോമേം ചിപ്കർ ഗാനെ വാലി ചിടിയ. അടുത്തത് നോക്കിക്കേ. ചിടിയ ദാന ഖാക്കർ ജൽദി ഉഡ് ജാത്തി ഹെ. പക്ഷി ദാന ഖാക്കർ ധാന്യം കഴിച്ചിട്ട് ജൽദി ഉഡ് ജാത്തി ഹെ, പെട്ടെന്ന് പറന്നു പോകുന്നു. ആ അർത്ഥം വരുന്ന വരി ഏതാണ്? ദാന ഖാക്കർ പർ ഫട്കാക്കർ ചട് ഉഡ് ജാനെ വാലി ചിടിയ. അടുത്ത ആക്ടിവിറ്റി കവിതാസെ ചുൻകർ ലിഖെ. കവിതയിൽ നിന്നും നോക്കി എഴുതാനാണ്. ഒന്നിവിടെ തന്നിട്ടുണ്ട്, ഉഡിനെ വാലി. അപ്പോൾ ഈ വാലി എന്ന് ലാസ്റ്റ് വരുന്ന വാക്കുകൾ ഏതെങ്കിലും കവിതയിലുണ്ടെങ്കിൽ അത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഗാനെ വാലി. ഉഡിനെ വാലി എന്ന് വെച്ചാൽ എന്താണ്? പറക്കുന്നതിനെയാണ്. ഗാനെ വാലി പാട്ട് പാടുന്നത്. ജാനെ വാലി പോകുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. ആനെ വാലി വരുന്നതിനെയാണ്. അടുത്ത ലാസ്റ്റ് വൺ ഗാനെ വാലി, അതെന്താണ്? ഭക്ഷണം കഴിക്കുന്നതിനാണ്. അപ്പോൾ ഇത്രയും വാക്കുകളാണ് വാലി എന്ന് ചേർത്ത് ഈ കവിതയിലുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ഊപ്പർ കെ നമുനെ കെ അനുസാർ ശബ്ദ് ബനായെ. നമ്മൾ മുകളിൽ എഴുതിയില്ലേ ഇപ്പോൾ ഇതിന് മുന്നേ ചെയ്തത് ഉടനെ വാലി ഗാനെ വാലി. അതുപോലെ ഈ ബ്രാക്കറ്റിൽ തന്ന ഓരോ വാക്കിനെ അതുപോലെ ആക്കാനാണ്. പി തന്നിട്ടുണ്ട്, ദേക്ക് തന്നിട്ടുണ്ട്, ബീഗ്, കർ, ഇങ്ങനെയാണ്. അപ്പോൾ പി എങ്ങനെ എഴുതാം? പീനെ വാലി. ദേക്ക് എന്ന് വെച്ചാൽ ദേക്കിനെ വാലി, അതിൻ്റെ കൂടെ നേ വാലി ഇങ്ങനെ ചേർത്താൽ മതി. ബീഗ് ബീഘ്നെ വാലി, കർ കർനെ വാലി. അടുത്ത ആക്ടിവിറ്റി പങ്ക്തിയാം ജോഡെ. വരികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ വരികൾ ചേർത്ത് ഒരു കവിത പോലെ. അതിൽ 4 വരി തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വായിച്ച അതേ കവിതേനെ. നീലെ ആസുമാൻ സെ ഉത്തരി നീലി ഏക്ക് നിരാലി ചിടിയ ഗാത്തി ഉടനെ വാലി ചിടിയ ഉട്ടി ഗാനെ വാലി ചിടിയ. ഇതുപോലെ ആ പിക്ചറിലുള്ള അതെല്ലാം കൂടി നമ്മളൊരു ലൈനാക്കി എഴുതി ഒരു കവിത എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ എന്താ തന്നിട്ടുള്ളത്? ഘോസ്ല ബനാന. അപ്പോൾ അതെങ്ങനെ എഴുതാം? ഘോസ്ല ബനാനെ വാലി ചിടിയ. അടുത്ത പിക്ചറിൽ പാനി പീന അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? പാനി പീനെ വാലി ചിടിയ. നെക്സ്റ്റ് വൺ പ്യാർ കർനെ, പ്യാർ കർന. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? പ്യാർ കർനെ വാലി ചിടിയ. ബാരിഷ് മേ ഭീഗ്ന, ബാരിഷ് മേ ഭീഗ്നെ വാലി ചിടിയ എന്ന് എഴുതണം. അപ്പോൾ 4 വരി കവിത പോലെയാവും. അതവിടെ എഴുതിയിട്ടുണ്ട്, ഒന്നും കൂടി വായിക്കാം. ഘോസ്ല ബനാനെ വാലി ചിടിയ, പാനി പീനെ വാലി ചിടിയ, പ്യാർ കർനെ വാലി ചിടിയ, ബാരിഷ് മേ ഭീഗ്നെ വാലി ചിടിയ. ലാസ്റ്റ് പേജിലുള്ള ഒരു പിക്ചർ കണ്ടില്ലേ? കുട്ടികൾ കുറച്ച് വെള്ളമൊക്കെ വയ്ക്കുന്നു, അത് പക്ഷിക്ക് കുടിക്കാൻ. അപ്പം നമുക്ക് അതൊന്ന് ആ ബോക്സിലുള്ളത് പഠിച്ച് വയ്ക്കാം. ഒരു പക്ഷേ എക്സാമിനൊക്കെ പോസ്റ്റർ എഴുതാൻ പറഞ്ഞാൽ നമുക്കത് എഴുതാം. ചിടിയ ദിവസ്, പക്ഷി ദിവസിനെ കുറിച്ചൊക്കെ. അപ്പോൾ പോസ്റ്റർ എങ്ങനെയാണ്? രാഷ്ട്രീയ പക്ഷി ദിവസ് 5 ജനുവരി, പഞ്ചി ആയേ പ്യാസ് ബുജായേ. അപ്പോൾ പക്ഷികൾക്ക് വെള്ളം വയ്ക്കുകയാണ്, അത് കുടിച്ച് ദാഹം അകറ്റാനായിട്ട്. അപ്പോൾ അത് പഠിച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ച് വയ്ക്കുക. ഒരു പക്ഷേ എക്സാമിന് ചോദിച്ചാൽ നമുക്ക് പോസ്റ്ററായിട്ട് എഴുതാം, എന്തെങ്കിലും ഒരു പടവും വരച്ചിട്ട്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്തൊരു പാഠവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.